എം വി രാജൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഞാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് തീരുമാനം വരട്ടെ എന്ന അഭിപ്രായമാണ് എം വി രാജൻ പറഞ്ഞത്. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് അയച്ചത് നമ്മൾ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊന്നുമല്ല. അതൊന്നും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നില്ല. ഒരേ ഒരു പേര് മാത്രമാണ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മുമ്പിൽ വന്നത്. അത് തളിപ്പറമ്പിൽ നിന്ന് ശ്യാമള ടീച്ചർ, പയ്യന്നൂരിൽ നിന്ന് മധുസൂദന എതിർപ്പുണ്ടായിരുന്നു, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു തളിപ്പം വന്ന ഒരേ ഒരു പേരാണ് വന്നിട്ടുള്ളത്, പിന്നെ ആ പേര് അംഗീകരിക്കലേ സ്റ്റേറ്റ് സെക്രട്ടറിന്റെ വഴിയുള്ളൂ. അപ്പോൾ ശരിയായ വഞ്ചന, രാഷ്ട്രീയ വഞ്ചനയാണ്, സംഘടനാപരമായ വഞ്ചനയാണ് കാണിച്ചത്. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പ്രബല മുന്നണികളായ UDF-നും LDF-നും ഇത് വലിയ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായി മാറുന്നു. വലിയ തലവേദന ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായി മാറുന്നു. ഇരു മുന്നണികളിൽ നിന്നും തലമുതിർന്ന നേതാക്കന്മാർ മറ്റ് സംഘടനകളിലേക്ക് ചേക്കേറി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത. ഇതിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്, അതായത് സംഘടന പാടവം വെടിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സംഘടനയിൽ അനേക വർഷത്തെ പാരമ്പര്യമുള്ള വലിയ വലിയ നേതാക്കളാണ് CPM-ൽ നിന്നും വിട പറഞ്ഞ് മറ്റുള്ള സംഘടനകളുമായി യോജിച്ചുകൊണ്ട് മത്സരിക്കുന്നത് എന്നുള്ളത് CPM-ന് വലിയ തലവേദന ഉണ്ടാക്കുന്നു. പാർട്ടിയുമായി 63 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സംസ്ഥാന സമിതിയിൽ 41 വർഷം ഉണ്ടായിരുന്ന CPM-ൽ 41 വർഷം സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരുന്ന CPM-ൽ 2 തവണ മന്ത്രിയായിരുന്ന, 4 തവണ CPM-ന്റെ MLA ആയിരുന്ന ആലപ്പുഴയിലെ G. സുധാകരൻ പാർട്ടിയിൽ നിന്ന് സ്വമേധയാ പുറത്തുപോയി UDF-ന്റെ പിന്തുണയോടെ അമ്പലപ്പുഴയിൽ ഇപ്പോൾ LDF-നെതിരെ മത്സരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്ന CPM-നുണ്ടായിരിക്കുന്ന പ്രതിസന്ധി. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ചില തിരിമറികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിലവിലെ CPM-ന്റെ MLA ആയ TI മധുസൂദനെതിരെ P. കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വരികയും രക്തസാക്ഷി ഫണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ തിരിമറി നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ട് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ കുഞ്ഞികൃഷ്ണനെ പാർട്ടി വർഗവഞ്ചകനായി പുറത്താക്കുകയായിരുന്നു. G. സുധാകരനെയും വർഗവഞ്ചകൻ എന്ന് മുദ്രകുത്തിയിരിക്കുന്നു പാർട്ടി. ഇതിനു പുറമെയാണ് തളിപ്പറമ്പിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് CPM മത്സരിക്കുവാൻ ടിക്കറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തളിപ്പറമ്പിലും കണ്ണൂരിലും തലമുതിർന്ന നേതാവായ TK ഗോവിന്ദൻ CPM-ൽ നിന്നും സലാം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം CPM-ന് വലിയ തലവേദനയാക്കുന്നു. പാലക്കാട് കുഴൽമന്നത്ത് PK ഗോപി തന്നെ CPM-ൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അതിലും വലിയ തലവേദനയായി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും അത് മാറുന്നു. ഈ സന്ദർഭത്തിലാണ് എന്തുകൊണ്ടാണ് വർഗവഞ്ചകർ CPM-നകത്തുണ്ടാകുന്നത്? CPM ഒരു പിന്തുടർച്ചാവകാശ പാർട്ടിയല്ല, കോൺഗ്രസിനെയാണ് പിന്തുടർച്ചാവകാശ പാർട്ടി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പിണറായി വിജയനും ഇടതുപക്ഷവും എപ്പോഴും കളിയാക്കിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ CPM ആണ് അനന്തരാവകാശികളെ നിശ്ചയിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാരവാഹിത്വം പിന്തുടർച്ചാവകാശികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് എന്നാണ് TK ഗോവിന്ദൻ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് MV ഗോവിന്ദനെതിരെ, പിണറായി വിജയനെതിരെ, CPM-നെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പറയുന്നത്. പിണറായി വിജയൻ നല്ലൊരു നേതാവായിരുന്നു, എന്നാൽ പിണറായി വിജയനെ കബളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് PK ശ്യാമളയ്ക്ക് അവിടെ MV ഗോവിന്ദൻ സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. 3 തവണ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദൻ തന്റെ പിന്മുറക്കാരിയായി തന്റെ ഭാര്യ തന്നെ വരണം എന്ന് പറയുന്നത് കോടികൾ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലാണ്. അതായത് തളിപ്പറമ്പിലും കണ്ണൂരിലും കേന്ദ്രീകരിച്ച് നടത്തിയ പല മാഫിയ ബിസിനസ്സുകളും തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസും അതുപോലെ CPM-ന്റെ സമുന്നതരായ മറ്റ് നേതാക്കന്മാരുടെ അറിവോടുകൂടി MV ഗോവിന്ദൻ നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ PK ശ്യാമളയെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇത്തരം കണക്കും കാര്യങ്ങളും ആരും അറിയരുത്, അതുകൊണ്ട് പുതിയൊരു MLA വന്നാൽ അത് നിലനിൽപ്പിനെ ബാധിക്കും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് തളിപ്പറമ്പിൽ ഇപ്പോൾ സ്വന്തം ഭാര്യയെ തന്നെ MV ഗോവിന്ദൻ നിർത്തിയിരിക്കുന്നത് എന്നാണ് TK ഗോവിന്ദൻ തിരിഞ്ഞടിച്ചത്. TK ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് 2026 CPM-ന് ഉണ്ടായിട്ടുള്ള അപജയങ്ങളെക്കുറിച്ചും പിന്തുടർച്ചാവകാശക്കാരിയായി അല്ലെങ്കിൽ അവകാശികളായി തന്റെ അനന്തരവന്മാരെയോ മക്കളെയോ ഭാര്യയെയോ സ്ഥാനാർത്ഥിത്വം നൽകി നിർത്തുന്ന CPM-ന്റെ അപജയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് TK ഗോവിന്ദൻ തുറന്നടിച്ചത്. TK ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഈ തളിപ്പറമ്പ് പയ്യന്നൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ്
അത് 2-3 ആൾ മാത്രം അംഗീകരിച്ചത്, ബാക്കി ആരും അംഗീകരിച്ചിട്ടില്ല. തീരുമാനം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ പാർട്ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ തളിപ്പറമ്പിലൊരു മഹിളയാണ് വേണ്ടതെന്നാണ് പാർട്ടിയുടെ അഭിപ്രായം. തോന്നുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ അത് സുകന്യ ടീച്ചറാവട്ടെ. എന്തുകൊണ്ട് സുകന്യ ടീച്ചർക്ക് ആയിക്കൂടാ? ഈ ചോദ്യമാണ് അവിടെ വന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് അവർ പറഞ്ഞെന്താ, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു. മറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരിലും അവർ ഓരോരുത്തരും നിലപാട്, അതിൽ 1-2 പേര് മാത്രമാണ് ഈ സെക്രട്ടറിയാണ് ഈ നിർദ്ദേശം വെക്കുക. ഈ വെച്ച നിർദ്ദേശത്തിന് 1-2 പേര് മാത്രമാണ് അംഗീകരിച്ചത്. അപ്പോൾ അത് മറുപടിയായിട്ട് അതിൽ മേലിൽ നിന്ന് വന്ന് പങ്കെടുത്തിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരുണ്ട്. MV രായം പറഞ്ഞു നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ, ഞാൻ പറഞ്ഞു എൻ്റെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. വേണ്ട, നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഞാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് തീരുമാനം വരട്ടെ എന്ന അഭിപ്രായമാണ് MV രായം പറഞ്ഞത്. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് അയച്ചത് നമ്മൾ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊന്നുമല്ല. അതൊന്നും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നില്ല. ഒരേ ഒരു പേര് മാത്രമാണ് സ്റ്റേറ്റ് സെക്രട്ടറിയുടെ മുമ്പിൽ വന്നത്. അത് തളിപ്പറമ്പിൽ നിന്ന് ശ്യാമള ടീച്ചർ, പയ്യന്നൂരിൽ നിന്ന് മധുസൂദന എതിർപ്പുണ്ടായിരുന്നു, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു തളിപ്പം വന്ന ഒരേ ഒരു പേരാണ് വന്നിട്ടുള്ളത്, പിന്നെ ആ പേര് അംഗീകരിക്കലേ സ്റ്റേറ്റ് സെക്രട്ടറിൻ്റെ വഴിയുള്ളൂ. അപ്പോൾ ശരിയായ വഞ്ചന, രാഷ്ട്രീയ വഞ്ചനയാണ് കാണിച്ചത്, സംഘടനാപരമായ വഞ്ചനയാണ് കാണിച്ചത്. ഇതിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാനിത് അംഗീകരിക്കുന്നില്ല പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ജില്ലാ കമ്മിറ്റിയിലേക്ക് പോയി. ജില്ലാ കമ്മിറ്റിയിൽ ഞാനാണ് അധ്യക്ഷൻ വഹിക്കുന്നത്. ആ ജില്ലാ കമ്മിറ്റി ഞാനാണ് അധ്യക്ഷൻ. MV ഗോവിന്ദമാഷുണ്ട്. അതിരൂക്ഷമായ ചർച്ചയാണ് സ്ഥാനാർത്ഥിക്കെതിരായ ജില്ലാ കമ്മിറ്റി. 2-3 പേരൊഴിച്ചും ബാക്കി മുഴുവൻ ആളുകൾ. എൻ്റെ ഈ 60 കൊല്ലത്തെ ചരിത്രത്തിൽ ഇങ്ങനൊരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇത്തരം ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. പക്ഷേ അത് നേടി വില പോയിട്ട് അത് കേട്ടു, അതങ്ങ് കാറ്റത്ത് പോയി. ഇപ്പോൾ മാഷ് UDFന്റെ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ UDFന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, എങ്ങനെയാണ് UDF മാഷിന്റെ അടുത്തേക്ക് വന്നോ അതോ മാഷ് UDFന്റെ അടുത്ത് പോയോ? അല്ല, ഞാൻ ഈ നയം ഞാൻ വ്യക്തിഗത പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ പാർട്ടിക്കകത്ത് പറഞ്ഞ് നടക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ പാർട്ടിക്ക് പുറത്ത് ജനങ്ങളോട് പറയും. പാർട്ടിയിൽ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ജനങ്ങളോട് പറയും ഞാനിത് പറഞ്ഞു, ഈ നയത്തിനെതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളാകെ ആ നയത്തിനോടൊപ്പമുണ്ട്. അപ്പോൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം ജനങ്ങളോട് പറഞ്ഞപ്പോൾ UDFന്റെ നേതാക്കന്മാർ പറഞ്ഞു, പ്രത്യേകിച്ച് സണ്ണി ജോസഫും അതുപോലെ വേണുഗോപാലും കുഞ്ഞാലിക്കുട്ടിയൊക്കെ വിളിച്ചു, മാഷ് ഈ നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണയുണ്ടാവും. അവരെന്നോട് ഇങ്ങോട്ട് പിന്തുണ പറഞ്ഞതാ. ഞാൻ അങ്ങോട്ട് ഒരാളോട് ചോദിച്ചിട്ടില്ല. എനിക്ക് ഇവരുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു പരിചയമോ ബന്ധങ്ങളോ ഒന്നുമില്ല. പക്ഷെ അവരെന്നെ വിളിച്ചിട്ട് ഈ നിലപാടിൽ മാഷ് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്തുണയുണ്ടാവും. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ശ്യാമള ടീച്ചർ എന്തായാലും വേണ്ട എന്നുള്ളൊരു അഭിപ്രായം എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ഒരു വിരുദ്ധ അഭിപ്രായം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3 തവണയായിട്ട് MLA ആയിരുന്ന ആളാണ് ഗോവിന്ദമാഷ്. ഇവിടെ 15 വർഷം 15 വർഷം MLA ആയിരുന്ന ആൾ എഴുന്നേറ്റ് പോകുമ്പം എൻ്റെ ഭാര്യയാണ് പിടിച്ചിരുത്തണം എന്ന് പറയുന്നത് പിന്തുടർച്ചാവകാശം. അത് ഈ പാർട്ടിയിലുണ്ടാവും. പിന്തുടർച്ചാവകാശം വേറെ ആളയാളുടെ ഏതാളെ MLA ആയി വന്നാലും ഗോവിന്ദമാഷക്ക് നിയന്ത്രിച്ചൂടെ? അയാളെ സംസ്ഥാന സെക്രട്ടറി അല്ലേ. പിന്നെ എന്താ ഇത്ര വാശി? എൻ്റെ ഭാര്യ തന്നെ വേണം. അതാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ പിന്നെ രഹസ്യമുണ്ട്. ഈ തളിപ്പും മണ്ഡലത്തിൻ്റെ വികസനങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ഈ വീട്ടിൽ വെച്ചാണ്. അതിൻ്റെ പിന്നൊരു കോക്കസാണ്. അവിടുന്ന് അവർ MLA ആയിട്ടില്ലെങ്കിൽ വേറൊരു MLA ആരാ വന്നാലും ഈ കോക്കസിൻ്റെ കയ്യിൽ ഈ കോക്കസിൻ്റെ നിയന്ത്രണം വിട്ടുപോകും. മാഷ കയ്യിൽ ഇത് ഒതുക്കണം. വേറെ ആരെ MLA വന്നാലും നടക്കില്ല. ഈ ഒരൊറ്റ ധാരണയാണ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വരണം എന്നുള്ളത്. ഇത് പാർട്ടി രീതിയല്ല, പാർട്ടി തകർക്കുന്ന രീതിയാണ്. നമുക്കറിയാം, ഇപ്പോൾ പയ്യന്നൂരും കുഞ്ഞീഷ്ണ സഖാവ് പുറത്തേക്ക് വരുന്നു. അതുപോലെ ഇപ്പോൾ ഇവിടെ താങ്കൾ ഈ പൊതുവെ കേരളത്തിൽ പറയപ്പെടുന്നത് കണ്ണൂർ എന്ന് പറഞ്ഞാൽ പാർട്ടി കേന്ദ്രം, CPM കേന്ദ്രമാണ്. ഈ CPM കേന്ദ്രത്തിനകത്ത് ഇങ്ങനെ വിമത ശബ്ദങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് എങ്ങനെയാണ്? അതിനെ നമുക്ക് എങ്ങനെയാണ് പുറമുള്ള ഒരാൾക്ക് വിലയിരുത്താൻ കഴിയും? അത് പാർട്ടി പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഉൾപാർട്ടി ജനാധിപത്യം നിലനിൽക്കുമ്പോഴാണ്. ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ഇവിടെ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതാക്കി തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം സംരക്ഷിക്കപ്പെടുന്ന, അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ ഇത് പാർട്ടി തകർക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ആലപ്പുഴയിൽ ഇപ്പോൾ G. സുധാകരനെ പോലെയുള്ള സഖാവ്, അതെ, അങ്ങനെ വരുമ്പോൾ പലരും ഇതിനെതിരെ രംഗത്ത് വരും.
അതാണ് ഇവിടെയും വന്നത്. പൊതുവെ കേരളത്തിലാണ് CPM ഇപ്പോൾ ശക്തമായിട്ടുണ്ടെന്ന് പറയുന്ന ഒരിടം. ഈ കേരളത്തിലും വളരെ വിമത ശബ്ദങ്ങളും അല്ലെങ്കിൽ പാർട്ടിയുടെ അകത്ത് വലിയ പുറത്തേക്ക് പോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേതാക്കളുടെയൊക്കെ പഴയ നേതാക്കളൊക്കെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് പാർട്ടി ഇത് തിരുത്താൻ തയ്യാറാവോ? ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, കേരളത്തിലെ CPM തകരാൻ പാടില്ല. കേരളത്തിൽ CPM ഉണ്ടാവണം. പക്ഷേ ആ CPM ഉണ്ടാവണമെങ്കിൽ CPMനകത്ത് ഉണ്ടായിരിക്കേണ്ട ജനാധിപത്യ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടാവണം. അതില്ലേ എന്ത് CPM ഓരോർക്ക് തോന്നിയ പോലെയല്ലേ, അത് പാർട്ടിയെ തകർക്കും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായ തീരുമാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ മാഷ് പറയുന്നത് എന്താ വെച്ചാൽ, ഈ രക്തസാക്ഷി ഫണ്ട് വരെ കക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത് തട്ടുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് അതിനെതിരായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ CPM എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ഒരുപാട് പേര് വിമതർ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിമതരുടെ ഒരു ഐക്യം എന്നുള്ളത് സാധ്യമാണോ മാഷ്? അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ചു? ഞാൻ അങ്ങനെയൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ പ്രശ്നം, കണക്കിൻ്റെ പ്രശ്നം, കുഞ്ഞികൃഷ്ണൻ അടുത്ത് വ്യക്തമായ കണക്കുണ്ട്. പാർട്ടിയിൽ അവതരിപ്പിച്ചത് MP ജയരാജൻ ഉണ്ടാക്കിയ കണക്കാണ്. ഇത് പാർട്ടിക്കാർക്കറിയാം, ജനങ്ങൾക്കും അറിയാം. കുഞ്ഞികൃഷ്ണൻ അടുത്ത് വ്യക്തമായ കണക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കണക്ക് കൃത്രിമമാണെന്ന് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ എല്ലാവരും ചേർന്നുകൊണ്ട് അങ്ങനെ ഞാനതൊന്നും ചിന്തിക്കുന്നില്ല. ഞാനിപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മൾ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നമ്മുടെ ജനങ്ങൾക്ക്, സഖാക്കൾക്ക് യഥേഷ്ടം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ഓഫീസ്, MLA ഓഫീസും എന്ത് കാര്യവും പോയി പറയാൻ പറ്റുന്നത് സഹിഷ്ണുതയോടെ കേൾക്കുന്ന ഒരു MLAയും ഉണ്ടാവണം. അതാണ് തളിപ്പറമ്പിലെ ജനത ആഗ്രഹിക്കുന്നത്. അതിനാണ് ഞാൻ ഈ ഇത്തരത്തിലൊരു മത്സരം നടത്തുന്നത്. തീർച്ചയായിട്ടും ആ ജനത എന്നെ പിന്തുണക്കും, എന്നെ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ MP ഗോവിന്ദൻ മാഷയുടെ വീട്ടിൽ വെച്ചിട്ട് വികസന തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ജനങ്ങളോട് വിളിച്ചു പറയുക എന്നുള്ളൊരു, അത് അവിടുത്തെ പാർട്ടിക്കാർക്കെല്ലാം അറിയാം. ഇപ്പോൾ അവിടെ ഹാപ്പിനെസ് നടന്നു. ഹാപ്പിനെസ് അവിടെ ഒരു പാർട്ടിയിലും ആലോചിച്ചിട്ടല്ല ഹാപ്പിനെസ് നടന്നത്. അവിടെ അദ്ദേഹത്തിന് ചുറ്റുപറ്റിലൊരു ഫോക്കസ് ഉണ്ട്. അത് കോടിക്കണക്കിന് റുപ്യാണ് സ്പോൺസർമാരുണ്ട്. ഗവൺമെൻറ് പഞ്ചായത്തുകൾക്ക്, മുനിസിപ്പാലിറ്റികൾക്കൊക്കെ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പെർമിസീവ് സാങ്ഷൻ ഗവൺമെൻറ് കൊടുത്തപ്പോൾ അവർ ആ പൈസയുണ്ട്. അതിന് പുറമെ സ്പോൺസർമാരുണ്ട് കോടിക്കണക്കിന്. ഈ സ്പോൺസർമാരെ കണ്ടെത്തുന്നതൊക്കെ ഈ മാഷയുടെ ചുറ്റുമുള്ള ഈ ഉപജാപക സംഘം, ഒരു പാർട്ടിയല്ല. അത് അവിടുത്തെ പാർട്ടിക്കറിയാം. ഞാൻ അവിടുത്തെ പാർട്ടീൻ്റെ ചുമതല വഹിച്ച ആളാണല്ലോ. അവിടുത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിക്കറിയാം ഇതെല്ലാം നടക്കുന്ന അവിടെ വെച്ചാണെന്ന്. പക്ഷെ അവർക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ പാർട്ടി അവർ ഭയന്നിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ പാർട്ടിയിലുള്ളവർ ഈ ഒരു കാര്യങ്ങൾ തിരിച്ചറിയുക, അഴിമതി ഒക്കെ തിരിച്ചറിയുകയും ഇപ്പോൾ മാഷെ പോലെ അതുപോലെ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ പോലെയുള്ളവരൊക്കെ വിജയിപ്പിച്ചെടുക്കാൻ, പാർട്ടിയുടെ അതിൻ്റെ തകർച്ചയെന്ന് മാറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ അഴിമതിയിൽ നിന്ന് അതിനെ മാറ്റി തീർക്കാൻ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സ്ഥാനാർത്ഥിത്വം അതിന് വഴിയൊരുക്കും. തീർച്ചയായിട്ടും ഇങ്ങനെ ആവാൻ പാടില്ല. പാർട്ടി നേതൃത്വം ഒരു MLAയും ഇങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ള ആളായിരിക്കണം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്ര ഒരാളെ അവർ തിരഞ്ഞെടുക്കും. മാത്രമല്ല, ഒന്നും കൂടെ അവർ ജനങ്ങളും നമ്മളെ പാർട്ടിയും ധരിച്ചത് 3 തവണ MLA ആയിരുന്ന ഒരാൾ 4ാം തവണ എന്തായാലും ആവുമല്ലോ, നമ്മൾ രക്ഷപ്പെടുമല്ലോ, ഇയാളെ ഇതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുമല്ലോ എന്നാണ് പാർട്ടി, അവിടുത്തെ പാർട്ടിയും ജനങ്ങളും ആശ്വസിച്ചത്. ഇതല്ലേ വരുന്നു, ഇയാളല്ലേ ഇയാളെ ഭാര്യ. അതിൽ വലിയ പ്രതിഷേധം ഉണ്ടെന്ന്. ഇതെന്തൊരു രീതിയാണെന്ന്. കുടുംബവാഴ്ച, പിന്തുടർച്ചാവകാശം ഈ പാർട്ടിയിലുണ്ടോ? അങ്ങനെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം, നേതാക്കന്മാർ ഭാര്യയായി മത്സരിച്ചൂടെ? മത്സരിക്കുക. എത്ര ഭാര്യ എന്താ ഇങ്ങനെ പിന്തുടർച്ചാവകാശം ഉണ്ടാ? എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാ? ഇതല്ലേ വലിയ പ്രശ്നം. മാഷ് എങ്ങനെയാണ് ഇപ്പോൾ UDF കേരള ഭരണം പിടിച്ചെടുക്കുമോ? എന്താണ്, എങ്ങനെയാണ് മൊത്തത്തിൽ കേരളത്തിൻ്റെ ഒരു അവസ്ഥ? മൊത്തം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. പക്ഷേ ജനങ്ങളിൽ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്, CPM നിലനിൽക്കണമെങ്കിൽ, പാർട്ടി നിലനിൽക്കണമെങ്കിൽ ഈ ഭരണ തുടർച്ച ഉണ്ടാവാൻ പാടില്ല. 3ാം തവണ ഒരു തുടർച്ച ഉണ്ടാവാൻ പാടില്ല. ആരാ അത് പറഞ്ഞത്? സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സച്ചിദാനന്ദ മാഷ്. അയാൾ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാണ്. അയാൾ പറഞ്ഞു കേരളത്തിൽ CPM നിലനിൽക്കണം, പക്ഷേ ഭരണ തുടർച്ച CPMനെ തകർക്കും. ബംഗാളിൻ്റെ അനുഭവം നമ്മൾ കാണുന്നില്ലേ? 35 വർഷമല്ലേ ബംഗാളിൽ ഭരിച്ചത്. ഇന്ന് ഒരു MLA ഉണ്ട് അവിടെ. ഒരു MLA ഇന്ന് CPMനില്ല. കോൺഗ്രസും CPMും കെട്ടിപ്പിടിച്ച് നടക്കുകയാണ് അവിടെ. ഇവിടെ കോൺഗ്രസിനോട് കൂടി എൻ്റെ വീട്ടിൽ എന്നോട് ആക്ഷേപ. അതേസമയം അവിടെ കോൺഗ്രസും CPM കൂട്ടിപ്പിടിച്ച് നടക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് കൂട്ടിപ്പിടിച്ച് നടക്കുകയാണ്. ഞാൻ ഷാള് വാങ്ങിയതിനെ പറ്റി നമ്മുടെ സഹാക്കൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഷാള് വാങ്ങിക്കളഞ്ഞ്
ഈ ഷാൾ ആരാ വാങ്ങുന്നത്? തമിഴ്നാട് വെങ്കടേശാണ് ആദ്യം വാങ്ങിയത്. കാരണം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് അവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഈ ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. മനസ്സിലായില്ലേ? അന്നേരം നോക്കിയാൽ ഇവിടെ രാഹുൽ ഗാന്ധിൻ്റെ ഫോട്ടോ പതിച്ച് ബാഡ്ജും ഈ പറയുന്ന പച്ച ഷോളും ധരിച്ചിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിന്. അവർ പാർട്ടിയല്ലേ? കേന്ദ്ര കമ്മിറ്റി മെമ്പർ അമറാം റാം കോൺഗ്രസിൻ്റെ പൂർണ്ണ പിന്തുണയില്ലെങ്കിൽ രാജസ്ഥാൻ ജയിക്കുന്നതിന് മുമ്പ് ജയിച്ചിട്ടുണ്ടാ? കോൺഗ്രസിൻ്റെ പിന്തുണയിലേ ജയിച്ച്. ഷാളല്ലേ അണിഞ്ഞിട്ടില്ലേ? രാഹുൽ ഗാന്ധി ചിത്രം പതിച്ചിട്ടില്ലേ? അന്നൊന്നും ഇല്ലാതെ രീതി എന്താ ഇപ്പം ഞാനിത് പബ്ലിക് പറയുന്നത്? പുറത്ത് ഇന്ത്യ മുന്നണി എന്നുള്ള നിലയ്ക്ക് ഒന്നിച്ചു പോയും കേരളത്തിൽ അടികൂടുകയും ചെയ്യുന്ന ഒരു അതെ. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ മുന്നണിയല്ലേ? അത് സ്വാഭാവികമായിട്ടും ഇതിനപ്പുറത്ത് മുമ്പ് UPA മുന്നണി ഉണ്ടായിരുന്നല്ലോ. ആരായതിന് നേതൃത്വം കൊടുത്തത്? അതിന് രൂപം കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആൾ ഹർകിഷൻ സിംഗ് സുർജിത്ത. കോൺഗ്രസ് വന്ന് 42 MP പാർലമെന്റിൽ, CPM-ന് ഇന്ന് 4. അപ്പോൾ അന്ന് കോൺഗ്രസുമായി കൂടണം, BJP-യെ ചെറുക്കാൻ എന്നുള്ള സിദ്ധാന്തം വന്നിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസ് തീരുമാനമാണ്. ഇപ്പോഴും പറയുന്നുണ്ട് CPM-ന് ഒറ്റക്ക് വർഗീയത എതിർക്കാൻ കഴിയുമോ? BJP-യെ തോൽപ്പിക്കാനോ ചെറുക്കാനോ കഴിയുമോ? മറ്റു പാർട്ടികളെ, ജനാധിപത്യ പാർട്ടികളെ കൂട്ടാതെ? അപ്പോൾ കോൺഗ്രസിനെ കൂട്ടാതെ ഒരു വർഗീയ വിരുദ്ധ പോരാട്ടം, BJP വിരുദ്ധ പോരാട്ടം ഇന്ത്യയിൽ നടക്കുമോ? അപ്പോൾ അവിടെ കോൺഗ്രസ് ഇനി നാളെ ഭാവി കേരളം അങ്ങനെ ആവില്ല എന്ന് എന്താ അത്ര ഉറപ്പ്? 35-ത്തെ ഭരണത്തോട് ബംഗാൾ അങ്ങനെ ആവും ആരും പ്രതീക്ഷിച്ചിരുന്ന. ഇനി നാളെ ഭാവിയിൽ ഇതേപോലെ ഈ കേരളത്തെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് RSS BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിടിക്കാൻ പറ്റുന്ന അവസരം വന്നാൽ കോൺഗ്രസ് വിരോധം പറഞ്ഞിട്ട് CPM-നും, CPM വിരോധം പറഞ്ഞിട്ട് കോൺഗ്രസും നിൽക്കാൻ പറ്റുമോ? ഇപ്പോൾ ബംഗാളിനെ പോലെ കെട്ടിപ്പിടിച്ച് നടക്കുന്നില്ലേ? വേണ്ടി വരില്ലേ കേരളത്തിലും അത്രയും സ്ഥിതിവിശേഷം ഉണ്ടായാൽ? അങ്ങനെ ഉണ്ടാവില്ല എന്ന് എങ്ങനെയാണ് നമ്മൾ കരുതുക? രാഷ്ട്രീയം അങ്ങോട്ടേക്ക് അല്ലേ? BJP ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കില്ല. 20% വോട്ടാണ് കഴിഞ്ഞ അവിടെ അവർക്ക് കിട്ടിയത്. 33% വോട്ടാണ് മുന്നണിയായിട്ട് CPM മുന്നണിക്ക് കിട്ടിയത്. അത് ശക്തിയായിട്ട് വഴിയല്ലേ? അതിനെ ചെറുക്കണമെങ്കിൽ ഇനി ഈ കോൺഗ്രസ് വിരോധം പറഞ്ഞുകൊണ്ട് നടക്കുമോ? മാർക്സിസ്റ്റ് വിരോധം പറഞ്ഞ് കോൺഗ്രസ് നടക്കുമോ? അത് മാറേണ്ടി വരും. അവരിപ്പോഴും എനിക്കെതിരായിട്ട് ഈ കോൺഗ്രസ് വിരോധം ആണ് അടിച്ചേൽപ്പിക്കുന്നത്. വർഗശത്രുക്കെ ആയിട്ട് അവരെന്നെ പ്രഖ്യാപിക്കുന്നത് കൊണ്ടാണ്. ഭാവിയിൽ ചേരേണ്ടി വരും. കാരണം ഇന്ത്യൻ രാഷ്ട്രം നീങ്ങുന്നത് അങ്ങനെയാണ്. മാഷ്ക്കെതിരെ ഉയരുന്ന ഒരു വലിയ ആരോപണം, CPM-ന്റെ ഭാഗത്ത് ഉയരുന്ന വലിയൊരു ആരോപണം, ഇത്രയും കാലം CPM-ന്റെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചു, AC-യിൽ കഴിഞ്ഞുകൂടി, എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഇപ്പോൾ പാർട്ടിയെ തള്ളി പറഞ്ഞ് പുറത്തു പോകുന്നു എന്നുള്ളതാണ്. എന്താണ് മാഷ്ക്ക് അതിന് കൊടുക്കാനുള്ള മറുപടി? ഞാൻ പാർട്ടിയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല. ഞാൻ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്. അതായത് പാർട്ടിയിൽ എത്രയോ വർഷങ്ങൾ ഞാൻ ജോലിയിൽ നിന്നും ശമ്പളമില്ലാതെ അവധിയെടുത്തിട്ടാണ് ഞാൻ പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകനായിട്ടുള്ളത്. ഒരുപാട് വർഷക്കാലം ഞാൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അവസാനം പാർട്ടി ജില്ലാ സെക്രട്ടറി EP ആരായം പറഞ്ഞു, എല്ലാം ഇങ്ങനെ പോയിട്ടുണ്ടാവട്ടെ, രാജിവെക്കണം എന്ന് പറഞ്ഞു. ശരി, പാർട്ടി പറഞ്ഞു. ഞാൻ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. അതിൻ്റെ ഫലമായിട്ട് എത്രയോ ലക്ഷക്കണക്കിന് ഉറുപ്പിക എനിക്ക് നഷ്ടമുണ്ട്. ഞാൻ ഈ നഷ്ടക്കണക്കെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പാർട്ടിയിൽ നിന്ന് ഒന്നും നേടിയിട്ടില്ല. പിന്നെ വാഹനങ്ങളൊക്കെ ഉണ്ടെന്ന്, ചില സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. ഞാൻ മുമ്പ് പഞ്ചായത്ത് ബസ് ഉണ്ടായിരുന്നു, 500 റുപ്യ അലവൻസ്. പഞ്ചായത്തിന് ഒരു വാഹനം വന്നില്ല, നടന്നിട്ടാ കാര്യങ്ങൾ. 500 റുപ്യ അലവൻസ്. ഞാൻ പിന്നെ ചില സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ ഇരുന്നുണ്ട്, അന്നേരം വാഹനം ഉണ്ടായിട്ടുണ്ട്, ആ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട്. അലവൻസ് എത്രയും. അപ്പോഴും ഞാൻ ഈ വാഹനം ഉപയോഗിക്കുമ്പോൾ ഞാൻ എൻ്റെ ശമ്പളമില്ലാത്ത അവധിയെടുത്ത് രാജിവെച്ച് നടക്കുന്ന ഞാനാണ് നിങ്ങളെ ഈ വാഹനത്തിലുണ്ട്. എനിക്ക് വാഹനത്തിൻ്റെ ക്ഷാമമൊന്നുമില്ല. എനിക്ക് വാഹനം, എൻ്റെ മക്കൾ അവർ വാഹനം മേടിച്ചാൽ പ്രാപ്തരാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ പുറമ്പ് തന്നെ എൻ്റെ മകൻ്റെ ലീവിൽ നിന്ന് വാഹനം വാങ്ങാനുള്ള തയ്യാറെടുപ്പായിട്ട് വന്നതാണ്. ഞാനിപ്പോൾ നിൽക്കട്ടെ മാറ്റാൻ. അവർ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് വാഹനം ഇല്ലാതെ അവർ. അപ്പോൾ ഞങ്ങൾ വാഹനവും ഡ്രൈവറെ അച്ഛനെ ഞങ്ങൾ വാങ്ങിച്ചു തരും. അതിനൊന്നും വിഷമം എനിക്കില്ല. പക്ഷേ MP ജയരാജൻ പറയുമ്പോൾ ആലോചിക്കണം. കാരണം എന്താ വെച്ചാൽ ഞാൻ MP ജയരാജൻ SFIൻ്റെ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഏരിയ കമ്മിറ്റി ആകുമ്പോൾ 10 കിലോമീറ്റർ ഉണ്ട്. ഇന്നത്തെ പോലെ വാഹനമൊന്നുമില്ല, ജീപ്പ് പോലും ഇല്ല, നടന്നിട്ടാണ് പോകുന്നത്. ശ്രീകണ്ഠപുരം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ മലയോര മേഖലയിൽ ഇന്നത്തെ വാഹന സൗകര്യമില്ല. ആലക്കോട്, കുടിയാമല, പയ്യാവൂര്, ഉളിക്കൽ, ഇവിടെ പോയാൽ 1-2 ദിവസം കഴിഞ്ഞാലാണ് തിരിച്ചു വരിക. തിരിച്ചു വന്ന് നടന്നിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരിക. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ അനുഭവമൊന്നും MP ജയരാജനില്ല. എന്നിട്ട് പറയാണ്, കഞ്ഞി കുടിച്ചിട്ടാണ് പോയി. എൻ്റെ ഭാര്യ പാർട്ടി ഓഫീസിൽ നിന്ന് ചോറ് തിന്നളഞ്ഞ്. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഞാനതൊന്നും പറയാതിരുന്നോടോ. അതുപോലെ എനിക്ക് നിലവാര തകർച്ച എനിക്ക് സാധിക്കില്ല, തകരാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ പാർട്ടിക്ക് വേണ്ടി 60 വർഷം ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ
എൻ്റെ മകന് ജോലി വേണമെന്നോ പിന്നെ ഭാര്യയ്ക്ക് ജോലി വേണമെന്നോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യണം, പാർട്ടിയുടെ ശുപാർശ പ്രകാരം ജോലി വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്, പാർട്ടി സ്ഥാപനത്തിൽ ജോലി വാങ്ങാൻ വേണ്ടി നോക്കരുത്, നിങ്ങൾ സ്വന്തമായി കണ്ടെത്തിക്കൊള്ളണം. എൻ്റെ 3 മക്കളും സ്വന്തമായിട്ടാണ് കണ്ടെത്തി. ഒരു മകൻ ഡൽഹിയിലാണ്, ഈ മഞ്ഞിലും വെയിലും അവിടെ കഴിയുന്നുണ്ട്. ഒരു മകൻ ഗൾഫിലൊക്കെ പോയിരുന്നു, ഒരു പാർട്ടി സഹായം ഉണ്ടായിട്ടല്ല. അവരൊക്കെ തിരിച്ച് ഇപ്പം നാട്ടിൽ വന്നിട്ട് കഷ്ടപ്പെടുകയാണ്. ഇളയ മകൻ അധ്യാപകനാണ്. അധ്യാപകനായിട്ട് എങ്ങനെയാണ് സ്വകാര്യ സ്കൂളിൽ ചേരുകയെന്നറിയാലോ, പാർട്ടി ശുപാർശയല്ലല്ലോ. അതുകൊണ്ട് പാർട്ടിയുടെ ശുപാർശയുടെ ഭാഗമായിട്ട് എൻ്റെ മക്കൾക്ക് ജോലി തേടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അങ്ങനെ പഴിക്കുമ്പോൾ നല്ലവണ്ണം ആലോചിക്കണം. അത് ബൂമറാങ് പോലെ അങ്ങോട്ടേക്കാണ് വരിക. ഇവരൊക്കെ ഭാര്യമാർ ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന ജോലി വാങ്ങിയിട്ടാണുള്ളത്. ലക്ഷങ്ങൾ അവരുടെ ഭാര്യമാരും മക്കളൊക്കെ, ഭാര്യമാരും ബന്ധുക്കളും എല്ലാം ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ലക്ഷങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിൽ എൻ്റെ ഭാര്യ ബാങ്ക് മാനേജർ ആയിട്ടുള്ള ആളാണ്. ഞാൻ ഓരോന്ന് കണക്ക് പറയുന്നില്ല, കാരണം അത് ഞാനൊരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ പാർട്ടിയിൽ ഈ കാര്യം പറയുമ്പം പാർട്ടിയിൽ നടന്നതും ചർച്ച ചെയ്തതുമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ പറയില്ല. ഞാൻ പാർട്ടിയുടെ തികഞ്ഞ അച്ചടക്കത്തോട്ട് നിൽക്കും, വാർത്തല്ല. പക്ഷേ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വരരുത്, പറയിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ, അതേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഞാൻ ഒരു കൃഷിക്കാരൻ്റെ മകനാണ്. എനിക്ക് നാറി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്, നാറി. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നിയിട്ടില്ല. എന്താ കാരണം അറിയാം, എൻ്റെ അച്ഛൻ, ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അച്ഛൻ വയലിൽ പോയിട്ട് പണിയെടുത്ത് വേർത്ത് കുടിച്ച് വരുന്ന കാഴ്ചയാണ് ഞാൻ കാണൽ. അത്തരം അച്ഛനാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. അതെ, അത് നാറി, ആ നാറി അതെന്ന് പറഞ്ഞോട്ടെ, ആ നാറ്റനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതല്ല, അതിലൊന്നും വിഷമമില്ല, അതും പറയാം, അതിലപ്പുറം പറയും. പക്ഷേ ഈ ജയരാജനൊന്നും ഒരു വസ്തു സ്വന്തമായി ഉണ്ടാക്കിയിട്ടില്ല, ഈ പാർട്ടിനെ കൊണ്ട് തന്നെയാണ് ഇതുവരെ ജീവിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നെ അത്തരത്തിൽ ആക്ഷേപിക്കുമ്പം എൻ്റെ നാട്ടുകാർക്കറിയാം, ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും അറിയാം മാഷ് എങ്ങനെയാണ് കഴിഞ്ഞത്, മാഷ് എങ്ങനെയാണെന്ന്. ഇന്നും ഞാൻ 25 ലക്ഷം രൂപൻ്റെ കടക്കാരനാണ്, രേഖാമൂലം. മനസ്സിലായില്ല? എല്ലാവരും ധരിക്കുന്നത് ഈ പാർട്ടിയിൽ നിന്നിട്ട് ഇത്രയും കാലം നിന്നിട്ടുള്ള ആൾ എന്തോ അല്ലേ, കടക്കാരനാണ്. അതുകൊണ്ട് ജയരാജൻ ദേവി അയച്ച് എന്നെ കൊണ്ട് ഇമാതിരിയൊന്നും കാര്യം പറയിക്കരുത്. നയപരമായിട്ടുള്ള നമ്മളെ തീരുമാനം നിങ്ങൾ പറഞ്ഞു, ഇമാതിരി കാര്യങ്ങൾ പറഞ്ഞാൽ അത് തിരിച്ച് ബൂമറാങ് പോലെ നിങ്ങളുടെ മേലെയാണ് വരിക എന്നുള്ളത് ഞാൻ പറയാതെ പറയാം. അത് നിങ്ങൾക്ക് മാത്രമല്ല, പലർക്കും അത് ബാധകമാവും, പല നേതാക്കന്മാർക്കും അത് ബാധകമാവും. അത്തരം കാര്യങ്ങളിലേക്കും ഞാൻ കടന്നു പോകുന്നില്ല. എൻ്റെ പാർട്ടിയെ, ഞാൻ ഇത്രയും കാലം പ്രവർത്തിച്ച പാർട്ടിയെ ഇതേ രീതിയിൽ അപകീർത്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാനോ ഞാൻ തയ്യാറില്ല. തീർച്ചയായും മാഷയുടെ ലക്ഷ്യം സഫലമാവട്ടെ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മാഷ് ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് വരാൻ ഇടയാവട്ടെ.